കേരളമൊട്ടാകെ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് കിലോ ബസാർ ഇനി വടക്കാഞ്ചേരിയിലും. വീട് പണിയുന്നവർക്കിനി ആശ്വസിക്കാം. ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞ ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സും കിച്ചൺ ഫിറ്റിംഗ്സും മാർക്കറ്റിൽ കിട്ടുന്നതിലും പകുതി വിലയിൽ. കിലോ ബസാർ വടക്കാഞ്ചേരി, നിയർ ബ്ലോക്ക് ഓഫീസ് അകമല. കോൺടാക്ട് 9037921329. വടക്കാഞ്ചേരിയുടെ സാംസ്കാരിക പൈതൃകമായ ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് നടത്തുന്ന അഖിലേന്ത്യാ എക്സിബിഷന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ശനിയാഴ്ച നഗരസഭാ കോൺഫറൻസ് ഹാളിൽ വെച്ച് ചേർന്നു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളി യോഗം ഉദ്ഘാടനം ചെയ്തു. നേരത്തെ നടത്തിയെടുത്തപ്പോ ഒരു സ്ഥാപനം എന്നതിന്റെ പരിമിതിയുണ്ട്, പക്ഷെ അതിന്റെ പുറകിലേക്കൊക്കെ സ്ഥലമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത് സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ നടത്തിപ്പുമായി സ്റ്റാളിടാനും അതുപോലെ തന്നെ അതിൻ്റെ കവാടം മറ്റ് ചുമതലകൾ നിർവഹിക്കുന്നവർ കൂടി വന്ന് അളവുകളൊക്കെ നോക്കുമ്പോഴാണ് നമുക്ക് പ്രധാനമായും ഈ സ്ഥലം തന്നെ എടുക്കാൻ കഴിയുമോ എന്ന് മനസ്സിലാവുക. നമുക്കറിയാം, ഉത്സവങ്ങൾക്കിടയിൽ തന്നെയാണ് പിന്നെ റംളാൻ മാസം പ്രത്യേകിച്ച് നോമ്പ് ഒക്കെ തന്നെ കടന്നു വരുന്നത്. ഒന്നിനും കുറവ് വരാത്ത രീതിയിൽ നമുക്ക് ഉത്രാളിക്കാവ് പൂരം ഗംഭീരമായി തന്നെ വ്യത്യസ്ത അളവിൽ ആഘോഷിക്കാനും അതിൻ്റെ ഭാഗമായ സാംസ്കാരിക തനിമ നമുക്ക് നിലനിർത്താനും കഴിയണം. നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ 2025 വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും എക്സിബിഷൻ അതിവിപുലമായി നടത്തുന്നതിന് തീരുമാനിച്ചു. രക്ഷാധികാരികളായി MP കെ രാധാകൃഷ്ണൻ, വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളി, കുന്നംകുളം MLA AC മൊയ്തീൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് എന്നിവരും, ചെയർമാനായി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ, വർക്കിംഗ് ചെയർമാനായി നഗരസഭാ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, ജനറൽ കൺവീനർ അജിത് കുമാർ മല്ലയ്യ, ജനറൽ സെക്രട്ടറി AK സതീഷ് കുമാർ, ട്രഷറർ ബാബു പുക്കുന്നത്ത് തുടങ്ങി 255 ജനറൽ കമ്മിറ്റി രൂപീകരിച്ചു. യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷീല മോഹനൻ, മദനൻ KP, സനീഷ് PG, ധന്യ നിതിൻ, കൗൺസിലർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, മാധ്യമപ്രവർത്തകർ, പൂര കമ്മിറ്റി ഭാരവാഹികൾ, വ്യാപാരി വ്യവസായ സമിതി ഭാരവാഹികൾ, കലാ സാംസ്കാരിക രംഗത്തെ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു.